യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സോളമൻ സമാഗമ കൂടാരത്തിന് മുമ്പിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതും ആയ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, കൊള്ളാം, സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല. നിന്നെ ഞാൻ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കുവാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിൻ്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് സോളമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ മകനായ സോളമനെ ദൈവമായ കർത്താവ് രാജാവാക്കി. ആ രാജാവായ സോളമൻ കർത്താവിനോട് പറയുകയാണ്, ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണം. ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടത് ജ്ഞാനവും വിവേകവും. അത് തരേണ്ടത് ദൈവമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത രീതിയിൽ സമ്പത്തും ധനവും പ്രശസ്തിയും ദൈവം തരും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. ജ്ഞാനത്തിനായിട്ടും വിവേകത്തിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് രണ്ടും ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം അതിൻ്റെ പുറകെ തന്നിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ ദൈവം നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.